നമ്മളെ പരാതികൾ നിലനിൽക്കുന്നല്ലോ പല വിഷയങ്ങളിലും. ഇപ്പം എൻ്റെ കൈ പൊട്ടിയ വിഷയത്തിൽ ഉൾപ്പെടെ, സൂരജിൻ്റെ കഴുത്ത് പിടിച്ചതുൾപ്പെടെ നിരവധിയായ വിഷയങ്ങളിൽ ഞങ്ങളുടെ പരാതികൾ നിൽക്കുന്നുണ്ട്. ആ പരാതി കൊടുക്കുമ്പോൾ ഞങ്ങൾക്കറിയാം അന്ന് പരിഹാരം കിട്ടില്ല എന്നുള്ളത്. പക്ഷെ ആ പരാതികളിൽ പരിഹാരമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും നീതിപൂർവ്വം കാര്യങ്ങൾ ചെയ്യാത്ത ഉദ്യോഗസ്ഥർ അത് അനുഭവിക്കുന്നതിന് വേണ്ടി വരും. അതൊരിക്കലും ഭീഷണിയല്ല, നടപടിയാണ്. അല്ല, പ്രതികാര നടപടി നമ്മുടെ ഭാഗത്തുണ്ടാവില്ലെങ്കിലും നീതിപൂർവ്വമല്ലാത്ത നടന്ന കാര്യങ്ങളിലൊക്കെ നടപടി ഉണ്ടാവും. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ നോമിനേഷൻ കൊടുത്തപ്പം 55 കേസിലെ പ്രതിയാണ് ഞാൻ. 55 കേസിൽ പ്രതിയാണ്. പിന്നെ ഒരു ഞാൻ നോക്കുമ്പം എൻ്റെ എതിർ സ്ഥാനാർത്ഥി ഒറ്റ കേസിൽ പോലും പ്രതിയായിരുന്നില്ല. ഒറ്റ കേസിലും പ്രതിയായിരുന്നില്ല. അപ്പം DCC പ്രസിഡൻ്റായ എൻ്റെ അനുഭവമാണെങ്കിൽ എത്ര ആളുകളുടെ അനുഭവമാണ് സാധാരണക്കാരൻ്റെ. ആ നീതിപൂർവ്വമല്ലാത്ത തീരുമാനമെടുത്ത ഉദ്യോഗസ്ഥർ കരുതി ഇരിക്കേണ്ട കാലമാണ് വരുന്നത് മാത്രമേ പറഞ്ഞുള്ളൂ.